നേരത്തെ നല്ല ടാറിട്ട റോഡ് തന്നെയായിരുന്നു, വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. മത്സരിച്ച് ഓരോ സംഭവം വന്ന് ഇപ്പോൾ ഡ്രെയിനേജ് എന്ന് പറയും കുത്തി കുഴിച്ചാണ് ഈ മേലാക്കിയത്. ടാർ ചെയ്യാൻ പറ്റില്ല, കോൺക്രീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സാധനങ്ങൾ ഇറക്കി. കഴിഞ്ഞ ഓണ സമയത്ത് അത് ചെയ്യാനായിട്ട് വന്നു. പിന്നെ മഴ എന്ന് പറയും, അതിനുശേഷം പിന്നെ ഈ കണ്ടീഷനാണ്. കാലൊന്നും ആർക്കും കാലിനുള്ള യാത്രക്കാർക്കും നടക്കാൻ പറ്റില്ല, ടൂ വീലറാണ് സ്കിഡാകുക, സ്ഥിരം സംഭവങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ആരും നടക്കാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല. എന്തിനാ? നേരെ ഒരു ഓട്ടോ വിളിച്ചാൽ വരില്ല, അതാണ് അവസ്ഥ. ഓട്ടോ വിളിച്ചാൽ വരില്ല, സത്യമാണ്. നമ്മളിനി എത്ര രൂപ എടുക്കാന്ന് പറയാൻ ഓട്ടോക്കാർ വരില്ല. എനിക്ക് വണ്ടിയില്ല, ഒന്നുമില്ല. ഞാൻ ഈ വെള്ളമൊക്കെ നീന്തി ഞാൻ പോകണം. അവർ ഇത്രയും നാള് ഇവിടെ ഈ വെള്ളവും തൊളിയും ചവിട്ടി കിടന്നു. എനിക്കാണെങ്കിൽ എല്ലാ അസുഖമുണ്ട്. ഇരിപ്പിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നു നമ്മൾ എങ്ങനെ പോകും? ആരെ വിളിച്ചാൽ വരും? ഒരു മനുഷ്യരും വരില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഒരു വണ്ടി ഇറക്കാൻ നിവർത്തിയില്ല. പിന്നെ പൊരിക്ക് കാട് പിടിച്ച് കിടക്കണം. ഒരു വണ്ടി പെരിച്ചാഴി ഇല്ലാതാക്കി വെച്ചിരിക്കുന്നു. അവിടെയും പോവാക്കലില്ല, ഇങ്ങോട്ടും പോവാക്കലില്ല. നമ്മളെന്തോന്ന് പറയാം അവർക്ക്? അവർ വന്ന് കാണുന്നതല്ലേ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെ അമ്മ ജനലാശുപത്രി പോയി കാലും വെച്ച് കെട്ടിയിട്ട് ആട്ടാപ്പാറ ലൊങ്ങ് കൊണ്ടിറക്കി. ഇങ്ങോട്ട് വരൂല, അവർ ആ ചെളിയിൽ കൂടെ കെട്ടിയ കാലും കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ എന്തിനാണ് ആശുപത്രി പോയിട്ട് ഫലം? ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലെ കൂടെ പോകുന്നത്? നടന്ന് എങ്ങനെ കൂടെ ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോകാന്ന് വെച്ചാൽ അല്ല ഊരണത് കയറി കിടന്ന് കടിച്ച് നമ്മളെന്ത് ചെയ്യും? അങ്ങനെയുള്ള പ്രശ്നമാണ്. എൻ്റെ പേര് ജയ രാജീവ്. ഞാൻ കടകംപള്ളി വാർഡിൽ നിന്നും NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഇന്ന് നിലവിലെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കടകംപള്ളി വാർഡിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് വെള്ളക്കെട്ട്. പിന്നെ ഇവിടെ ഏത് വികസന പ്രവർത്തനങ്ങൾ നോക്കിയാലും അതിലെല്ലാം രാഷ്ട്രീയം മാത്രം നോക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഇടതും വലതും പാർട്ടികൾ രാഷ്ട്രീയം നോക്കി മാത്രമാണ് ഇവിടുത്തെ വാർഡിലെ വികസനങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്ന് കടകംപള്ളി വാർഡിനെ സംബന്ധിച്ച് വളരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും വിജയിച്ച് നഗരസഭയിലെത്തണം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ കടകംപള്ളി വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ്. നമ്മുടെ ഈ കടകംപള്ളി വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവരുടെയും വോട്ട് താമര അടയാളത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു.